കഴിഞ്ഞ ദിവസം ഹോട്ടൽ ജീവനക്കാരെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. പീച്ചി പോലീസ് സ്റ്റേഷനിലെ SI ആയിരുന്ന PM രതീഷാണ് ആ ഒരു മർദ്ദനമൊക്കെ തന്നെ നടത്തിയത്. എന്നാൽ ഈ PM രതീഷ് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഇത്തരം കസ്റ്റഡി മർദ്ദനങ്ങൾ മുൻപും ഒരുപാട് നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വില്ലേജ് അസിസ്റ്റന്റ് കൂടിയായ അസർ പറയുന്നത്. ഞാൻ 2018 കാലഘട്ടത്തിൽ അയ്യന്തോൾ കളക്ടറേറ്റിൽ പബ്ലിക് പ്രോസിക്യൂട്ടറിൻ്റെ ഓഫീസ് GP ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇത് ഉണ്ടായത്. മണ്ണുത്തിയിലുള്ള ഒരു സുവീർ എന്ന് പറഞ്ഞൊരു യുവാവായിട്ടുള്ള ഒരു ചെറിയ തർക്കം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ണുത്തി SI ആയിട്ടുള്ള രതീഷ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും എന്നെ അവിടെ വെച്ചിട്ട് സത്യസന്ധമായി കാര്യങ്ങൾ ചോദിക്കാതെ അപമര്യാദയായിട്ട് പെരുമാറുകയും എൻ്റെ അമ്മയ്ക്ക് വിളിക്കുകയും തെറി പറയുകയും അതേപോലെ എന്നെ മർദ്ദിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ സ്വഭാവം പിന്നീട് ഞാൻ അറിഞ്ഞിട്ടും പ്രതികരിക്കാൻ എനിക്ക് എൻ്റെ മക്കളെ ആലോചിച്ചിട്ടാണ്, അല്ലാണ്ട് വേറെ ഇതൊന്നും ആലോചിച്ചിട്ടല്ല. മക്കളെ ആലോചിച്ച് ആ സങ്കടം ഇനി ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 8 കൊല്ലമായിട്ടും മിണ്ടാണ്ടിരുന്നത്. ഇത് വേറൊരു കേസുമായി ബന്ധപ്പെട്ട് നിങ്ങളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ട് പിന്നീട് നടന്ന സംഭവമാണ്. അതെ, ഞാൻ സംസാരിച്ച ആൾക്കത് ഇഷ്ടപ്പെട്ടില്ല. കുറേ തെറിവ് നമ്മൾ സാർ അങ്ങനെ സംസാരിക്കരുത്, എൻ്റെ മരിച്ചുപോയ അമ്മേനെ കുറിച്ച് സംസാരിക്കാൻ ചെയ്തപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ സാർ അങ്ങനെ നിങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ് രതീഷ് അപ്പോൾ പറഞ്ഞത്? പോലീസ് സ്റ്റേഷൻ തെറി പറഞ്ഞു പോലീസ് സ്റ്റേഷൻ നിന്റെ തറവാടാണ്, അത് ഞാനാണ് ഭരിക്കണത്, ഞാൻ അറിയാണ്ട് ഇവിടെ ഒരു കാര്യങ്ങൾ നടക്കില്ല എന്നാണ് പറഞ്ഞത്. മർദ്ദനം ഉണ്ടായത്? മർദ്ദനം അന്ന് വൈകിട്ടാണ് 2 പോലീസുകാർ കൂടി എന്നെ മർദ്ദിച്ചിരിക്കുന്നത്. എങ്ങനെയാ, എവിടെ വെച്ചാ മർദ്ദിച്ചത്? പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ വെച്ചിട്ട്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ കസ്റ്റഡിയിൽ എടുത്തു. ഏത് തരത്തിലുള്ള മർദ്ദനായിരുന്നു? ഈ രതീഷ് മർദ്ദിച്ചോ? ആരൊക്കെയാണ്? വേറെ 2 ഉദ്യോഗസ്ഥന്മാർ, ഒന്ന് രതീഷ്, അതേപോലെ തന്നെ ഒരു പ്രതീഷ് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനാണ് എന്നെ മർദ്ദിച്ചത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ, ഇനി പരാതിയുമായി മുന്നോട്ട് പോകും. ആൾക്കെതിരെ, അല്ലാണ്ട് സർക്കാരിനെതിരെ പോലീസിനെതിരെ അല്ല, ആൾക്കെതിരെ എനിക്കുണ്ടായ ഇതിനെതിരെ എനിക്ക് പോകണമെന്നുണ്ട്. നല്ല ഒരു ആഗ്രഹം തന്നെയാണ്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ. തത്സമയം ലിഷോയ് ചേരുന്നു. ലിഷോ, എന്താണ് വിശദാംശങ്ങൾ? മോത്തി, അതായത് രതീഷ് എന്ന് പറയുന്ന SI അന്ന് പീച്ചി പോലീസ് സ്റ്റേഷനിൽ വെച്ച് SI ആയിരുന്ന സമയത്താണ് ഈ കസ്റ്റഡി മർദ്ദനം നടത്തിയത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ CCTV ദൃശ്യങ്ങളാണ് അന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പുറത്തുവിട്ടത്. പക്ഷേ അതേസമയം തന്നെ അതിന് മുൻപ് മണ്ണുത്തി SI ആയിരുന്ന സമയത്ത് നടന്ന ഒരു സംഭവത്തിൻ്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഈ അസർ നടത്തിയിരിക്കുന്നത്. അസറിനെ ഒരു അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട്, അതായത് ഒരു യുവാവുമായി നടന്ന ഒരു തർക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരാതി അന്വേഷിക്കുന്നതിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. ഭാര്യയും മക്കളും ഒക്കെ തന്നെ പോലീസ് സ്റ്റേഷന് പുറത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ അസറിനോട് വളരെ മോശമായി സംസാരിക്കുകയും വളരെ അസഭ്യം പറയുകയും ചെയ്തു. പിന്നീട് അതിനെ എതിർത്തതിനെ തുടർന്ന് ക്രൂരമായി കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിക്കുകയും ചെയ്തു. കാലിനടിയിൽ ചൂരൽ ഉപയോഗിച്ചും ലാത്തി ഉപയോഗിച്ചും മർദ്ദിക്കുകയും അതിനോടൊപ്പം തന്നെ ഗുരുതരമായി മറ്റു മർദ്ദനമുറകളൊക്കെ തന്നെ പ്രയോഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അന്നും സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെയായിരുന്നു. ആ ഒരു സമയത്താണ് ഈ ഒരു സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നത്. ഇതേ തുടർന്ന് ഇയാൾക്കെതിരെ, ഈ അസറിനെതിരെ ഈ രതീഷ് എന്ന് പറയുന്ന SI അന്ന് വിവിധ വകുപ്പുകൾ, ജാമ്യം ലഭിക്കാത്ത തരത്തിലുള്ള വിവിധ വകുപ്പുകളിട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അതായത് സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ ഭവനവേതനം ഉൾപ്പെടെയുള്ള വകുപ്പുകളൊക്കെ തന്നെ ഇട്ടാണ് ഇത്തരത്തിൽ ഈ അസറിനെതിരെ അന്ന് FIR ഇട്ടത്. ആ FIR ഇട്ടതിനെ തുടർന്ന് പിന്നീട് ഈ ജാമ്യം ജില്ലാ കോടതിയിൽ നിന്നാണ് അസറിന് ലഭിച്ചത്. മാത്രമല്ല, ഈ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. 3.5 വർഷത്തോളം ഈ കള്ളക്കേസിനെ തുടർന്ന് രതീഷ് എന്ന് പറയുന്ന, ഈ PM രതീഷ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ എടുത്ത കള്ളക്കേസിനെ തുടർന്ന് താൻ സർവീസിൽ നിന്ന് 3.5 വർഷത്തോളം പുറത്തു നിൽക്കേണ്ടി വന്നു. പിന്നീട് ഹൈക്കോടതിയിൽ തന്റെ നിരപരാധിത്വം തെളിയിച്ചതിനെ തുടർന്ന് ഈ ഹൈക്കോടതി ഈ കേസ് റദ്ദാക്കിയതിനെ തുടർന്നാണ് വീണ്ടും സർവീസിലേക്ക് കടക്കാനായി കഴിഞ്ഞത് എന്നുള്ളതാണ് അസർ പറയുന്നത്. കസ്റ്റഡി മർദ്ദനം, ക്രൂരമായ മർദ്ദനം നേരത്തെയും രതീഷ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് താൻ സംസാരിച്ചത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ആരെയും മർദ്ദിക്കും എന്നുള്ളത് തന്നെ ആണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അല്ല ഈ ഒരു പരാതി, രതീഷിനെ സംബന്ധിച്ചിടത്തോളം, അതായത് തന്നെ മർദ്ദിച്ച 2 ഉദ്യോഗസ്ഥരാണ്. ഈ 2 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് പരാതി പറയുന്നത്. SI രതീഷിനെതിരെയാണ് ഈ പരാതി ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. വിശദവിവരങ്ങളാണ് MS ലിഷോയ് നൽകിയത്.